കുറച്ച് കാലം വരയ്ക്കും ആരും ഇങ്ങനെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു എല്ലാ ടൈപ്പ് സോങ്സും എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഒരു വീട്ടിൽ ഒരു പറ്റം ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവർ ഒരു പെർട്ടിക്കുലർ മ്യൂസിക് എൻജോയ് ചെയ്യുന്നു. ചില വീടുകളിൽ ചെന്ന് കർണാട്ടിക് മ്യൂസിക് മാത്രം എൻജോയ് ചെയ്യുന്നു. ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ചില കുട്ടികളുള്ള വീടുകളാണെങ്കിൽ അവിടെ കുറച്ച് ഫാസ്റ്റ് നമ്പേഴ്സ് മാത്രം പ്ലേ ചെയ്യുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ വെരി റീസെൻ്റ്ലി ഒരു 2 വർഷക്കാലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പഴയ തലമുറകളെല്ലാവരും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നു. ഞാനും പറയുന്നു ഓൾഡ് ഈസ് ഗോൾഡ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള റീസെൻ്റ്ലി ആയിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞത് ന്യൂ ജനറേഷൻ സേസ് ഓൾഡ് ഈസ് ഗോൾഡ് ആൻഡ് വി എൻജോയ് ന്യൂ ഓൾസോ. അതായത് ഓൾഡ് ജനറേഷൻ എന്ന് പറഞ്ഞത് അവർ പഴയത് മാത്രം എൻജോയ് ചെയ്യുന്നു. ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവർ പഴയതും പുതിയതും എൻജോയ് ചെയ്യുന്നു. അത്ര ഒരു ചെറിയ ഡിഫറൻസ്. സോ ഇനിയുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. ഒരിക്കലും ഒരു ന്യൂ ജൻ മ്യൂസിക് ഇല്ല. എല്ലാം സംഗീതം തന്നെയാണ്. എല്ലാം ഈശ്വരൻ്റെ ക്രിയേഷൻ തന്നെയാണ്. നമ്മളെ മനസ്സ് അങ്ങോട്ട് അർപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കുസൃതികളാണ് ഈ വരുന്ന പാട്ടുകളെല്ലാം. അപ്പോൾ കുസൃതിയായിട്ട് കാണുകയും ചിന്തിക്കേണ്ട പാട്ടുകൾ ചിന്തിക്കുകയും ചെയ്യുന്നിടത്തൊരു ഒരു 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 പറ്റം നല്ല ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ഒരു 30 വർഷം കഴിയുമ്പോൾ ഓൾഡ് ഈസ് ഗോൾഡായി മാറിയേക്കാം എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പാവങ്ങളുടെ കോണ്ടസ്യാട്ട, പരിക്കേറ്റ ആംബുലൻസ് ആട്ട, പിള്ളേരുടെ സ്കൂൾ ബസ് ആട്ട. ഇനി മ്യൂസിക് ഡയറക്ഷനിലോട്ടും മ്യൂസിക് പ്രോഗ്രാമിംഗ് സെഷനിലോട്ടൊക്കെ വരാനിരിക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, കാര്യം നിങ്ങൾ ഒരാളുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിലോട്ട് ഫുൾ ജീവിതം അങ്ങ് സമർപ്പിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ അസിസ്റ്റൻറ്റ് വർക്കിനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് എന്നെയും കൂട്ടുമോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. പക്ഷെ പലരിലും ഞാൻ കാണാറുള്ളൊരു ഏറ്റവും വലിയൊരു പ്രോബ്ലം, ഒരു 1-2 വർഷം കഴിയുമ്പോൾ തന്നെ അവർക്ക് വേറെ മ്യൂസിക് ഡയറക്ടർ ആവണം, അടുത്ത പ്ലാറ്റ്ഫോം തേടി പോകണം. അപ്പം ഐ തിങ്ക് എൻ്റെ ഈ ഒരു ജനറേഷനോട് കൂടി അത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ എൻ്റെ ഒരു 16ാമത്തെ വയസ്സിൽ ഔസേപ്പ് സാറിൻ്റെ കൂടെ ജോയിൻ ആകുമെന്ന് പറയുമ്പോൾ ഒരു പെട്ടിയൊക്കെ പിടിച്ച് കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഹാർമോണി പെട്ടി എടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളായിട്ട് അണുവായിട്ട് ബിറ്റ് ബൈ ബിറ്റായിട്ട് പഠിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അദ്ദേഹത്തിൽ നിന്ന് തന്നെ പഠിച്ച് ഏതൊരു സിറ്റുവേഷൻ വന്നാലും പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഏത് ദുർഘടമായ ഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടാവുന്ന രീതിയിലുള്ള നുറുങ്ങുവിദ്യകളെല്ലാം നമ്മൾ പഠിക്കും ഈ ഒരു ഫീൽഡിലോട്ട് ആദ്യമായിട്ട് അസിസ്റ്റൻ്റായിട്ട് വരുമ്പോൾ. അങ്ങനെ ഒരു 12-14 വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഫസ്റ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് റോഷൻ ആൻഡ്രൂസ് വിളിക്കുന്നത്. സോ ആ ഒരു 12-14 വർഷത്തെ ട്രാവലാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗീതം നിങ്ങളിലോട്ട് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാം ആ ഒരു 12-14 വർഷത്തെ ട്രാവലാണ്. സോ അന്ന് പടം ചെയ്യേണ്ട അല്ലെങ്കിൽ സിനിമകൾ വന്നാലും ചെയ്യില്ല, ഐ നീഡ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ദൃഢമായിട്ട് കഠിനമായിട്ട് പ്രയത്നിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന ഈ സംഗീതമൊക്കെ വരുന്നതിനുള്ള റീസൺ. ആ ഒരു ഡെഡിക്കേഷൻ, ഒരു 1-2 വർഷം കൊണ്ട് ഒരു ക്രാഷ് കോഴ്സ് ചെയ്ത് പെട്ടെന്ന് മ്യൂസിക് ഡയറക്ടർ ആവാമെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് എൻ്റെ കൊച്ചുപിള്ളേരെ അല്ലെങ്കിൽ എൻ്റെ അനിയന്മാരെ സഹോദരന്മാരെ അത് മാറ്റി വെച്ചേക്ക്. നിങ്ങൾ ലൈഫ് ഫുൾ ഡെഡിക്കേറ്റ് ചെയ്ത് മാത്രമേ വിൽ പേ യു ബാക്ക്. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, നമ്മൾ ചെയ്യുന്ന തൊഴിലൂടെ ഏത് തൊഴിലാണേ ആയിക്കോട്ടെ പൂർണ്ണമായിട്ട് മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഫലം നിനക്കുണ്ടാവും. അത് ഈ ചെയ്യുന്ന തൊഴിലിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഒരു ബാങ്കിൽ പോയി ലോൺ ചോദിച്ചാൽ ആരും ലോൺ തരില്ല. കാര്യം സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. കയ്യൂക്കുള്ളവും കാര്യക്കാരെന്ന് പറഞ്ഞൊരു ഫീൽഡാണിത്. സോ ഇത് നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നാളെ നമുക്ക് ചോറുള്ളൂ. അല്ലെങ്കിൽ ആരും നമുക്ക് ഗ്യാരണ്ടി ഇല്ല, മാസശമ്പളമില്ല. അപ്പോൾ യു ഹാവ് ടു വർക്ക് റിയലി ഹാർഡ് ആൻഡ് ബി ഹാപ്പി. സോ ദാറ്റ്സ് മൈ അഡ്വൈസ് ഫോർ യങ്സ്റ്റേഴ്സ്. ഉത്രാളി വെടിക്കെട്ടാട്ട, ഓണത്തിന് പുലിക്കുട്ടിയാട്ട, നാട്ടാരുടെ പൊതു സ്വത്താട്ട, പെരുന്നാളിന് പിരിവെടുക്കാനും പെരകെട്ടാൻ ലോൺ എടുക്കാനും പിടിവീണ ജാമ്യെടുക്കാനും വാസൂട്ടൻ സംഭവാട്ട. വയസ്സിന് മൂത്തോർക്ക് നാട്ടിലെ ലേഡീസിൻ ക്ലാങ്ങട കൂട്ടത്തി ടോട്ടല് മൊത്തത്തി വാസൂട്ടൻ നമ്മുടെ ആളാട്ട. എന്തുണ്ടാക്കടാവേ എന്തുട്ടത് എന്തുണ്ടാക്കടാ
പ്രാവേ എന്തുട്ടത് വാസുട്ടൻ ഒമ്മടാവാ വാസുട്ടൻ ജാൽതി കെട്ടിയ വാസുട്ടൻ ഒമ്മടാവാ വാസുട്ടൻ ജാൽതി കെട്ടിയ